ഒരു 10 വർഷം മുന്നേ വരെ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഒരു വലിയ സംഭവമായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതായത് ഒരു ബാച്ചാക്കിയിട്ട് നീ റീപ്ലേസ്മെൻറ്റ് ആവശ്യമുള്ള വ്യക്തികളെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും നല്ല രീതിയിൽ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ കൊടുത്തിട്ടാണ് പലപ്പോഴും പേഷ്യൻസിനെ നീ റീപ്ലേസ്മെൻറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്തിരുന്നത്. ആ ഒരു കാലത്തിൽ നിന്നും തികച്ചും വളരെ സ്പീഡിൽ മാറിയ ഒരു സിനാരിയോ ആണ് ഇപ്പം നമ്മുടെ ചുറ്റുവട്ടം ഉള്ളത്. അതായത് സർവ്വസാധാരണമായി ചെയ്യപ്പെടുന്ന ഒരു സർജറിയായി മാറി നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അപ്പം മുട്ടിന് ഇത്ര അധികം പ്രശ്നം വരാനുള്ള കാരണം സ്വാഭാവികം. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് മൊത്തത്തിൽ താങ്ങി നിൽക്കുന്ന ഒരു ജോയിൻ്റാണ് മുട്ട്. ഒരു വലിയൊരു ജോയിൻ്റാണ് മുട്ട്, അല്ലെങ്കിൽ നീ ജോയിൻറ്റ്. ഈ നീ ജോയിൻറ്റിൽ നമുക്ക് 2 ബോൺസ് ഡയറക്റ്റ്ലി വരുന്നു. അതിൻ്റെ മുന്നിലൊരു പെറ്റല്ല, അല്ലെങ്കിൽ നമ്മൾ മുട്ടിൻ്റെ ചിരട്ട എന്ന് പറയുന്ന ബോൺ ഇരിക്കുന്നു. ഇവരുടെ ഇടയിൽ കുറേ ലിഗമെൻസും കുറേ ടെൻഡൻസും മെനിസ്കൈ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഓർഗനലും ഒക്കെ ആ ഒരു ജോയിൻറ്റിനകത്തുണ്ട്. പിന്നെ ആ ജോയിൻറ്റിന് ചുറ്റും കുറച്ച് ബേഴ്സ എന്ന് പറഞ്ഞ ചെറിയ ചെറിയ പാഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ തലേണി പോലെ ചെറിയൊരു ഫ്ലൂയിഡ് ഫിൽഡ് പാഡ്സ് ആണ്. ഇവർ ആ ഭാഗത്ത് വരുന്ന പ്രഷറിനെയോ ഒരു ഇമ്പാക്റ്റിനെയോ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയധികം സംഭവങ്ങളുള്ള ഒരു ജോയിൻ്റ് ആയതുകൊണ്ടായിരിക്കാം മുട്ടിൻ്റെ ഇതിലേതെങ്കിലും ഒരു ഭാഗത്തിന് വരുന്ന ചെറിയ ഇഞ്ചുറീസ് മുട്ടുവേദനയിലേക്ക് പര്യവസാനിക്കുക. പിന്നെ പണ്ടത്തെ കാലത്ത് ഇപ്പം നമ്മൾ ഒരു വീട്ടമ്മയെ മുട്ടുവേദന പൊതുവെ നമ്മൾ കൂടുതലും ഈ നീ റീപ്ലേസ്മെൻറ്റ് സർജറീസിന് അമ്മമാരെ വരുന്ന കാണാം. അമ്മമാർ വരാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ പണ്ട് അടുക്കളയിലെ ജോലികൾ ഒന്നെങ്കിൽ ഇരുന്ന്, അല്ലെങ്കിൽ ഒരു കൊരണ്ടി പലകയുടെ പുറത്തിരുന്ന്, അല്ലെങ്കിൽ തറയിലിരുന്ന്, ഇത്തരത്തിൽ കുറേ രീതികളുണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ എല്ലാ കിച്ചൺസും, മോഡേൺ കിച്ചൺസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം കാണും. ആ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് വെച്ചായിരിക്കും എല്ലാം ചെയ്യുക. അപ്പം ഒരു നല്ല സമയം, ഒരു എന്താ പറയുക, ലയൺ ഷെയർ ഓഫ് ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യണ സമയം നിന്നുകൊണ്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അത് നാച്ചുറലി നമ്മുടെ മുട്ടുകൾക്ക് ആവശ്യത്തിലേറെ സ്ട്രെസ്സ് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട്, അതിൻ്റെ റിസൾട്ടായിട്ട് അവിടെ ഒരു സ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവാം. ഇതുകൂടാതെ ഇഞ്ചുറീസ് ഒരു ഏജ് കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടുകയോ മുട്ടുകയോ ഒന്ന് വീഴുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത കുറേയേറെ ഉണ്ട്. അപ്പോൾ അവിടെയും ഇഞ്ചുറീസ് ഉണ്ടാവാം. ചിലപ്പോൾ അത് ബോൺസിനായിരിക്കാം ഇഞ്ചുറി, ചിലപ്പോൾ ലെഗമെൻസിനായിരിക്കാം, ചെറിയൊരു ടയറോ അല്ലെങ്കിൽ മെനിസ്കൈക്കായിരിക്കാം. മെനിസ്കൈ എന്ന് പറഞ്ഞാൽ ചെറിയ ലിഗമെൻസ് പോലെ തന്നെയുള്ള ചെറിയ പാളികളാണ്. മുട്ടിൻ്റെ ആ ജോയിൻറ്റിന് ഉള്ളിൽ വരുന്ന അവയവങ്ങളാണ്, ചെറിയ പാർട്സാണ്. അപ്പോൾ ഇവർക്ക് ഇഞ്ചുറിയോ അല്ലെങ്കിൽ സ്ട്രെയിനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുട്ടുവേദന ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ മുട്ടിന് വലിയ കുഴപ്പമൊന്നും കാണില്ല, മുട്ടിൻ്റെ ബാക്കി ബോണി പാർട്സിന് പ്രശ്നം കാണില്ല, പക്ഷേ എന്നാലും വേദന കാണും. അപ്പം യൂഷ്വലി MRI ഒക്കെ എടുത്തായിരിക്കും നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക. പിന്നെ ഇതിനൊക്കെ ഉപരി ഏറ്റവും വലിയ കാരണം വരുന്നത് OA അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ടിന് വരുന്ന തേയ്മാനം. അപ്പോൾ തേയ്മാനം വന്നു കഴിഞ്ഞാൽ, തേയ്മാനം അറിയാലോ, വെയർ ആൻഡ് ടയർ, ആ ജോയിൻറ്റിൽ വരുന്ന തേയ്മാനം വന്നു കഴിഞ്ഞാലും മുട്ടുവേദന ഉണ്ടാവാം. അപ്പം ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാൽഷ്യം, വൈറ്റമിൻ D ലെവൽസ് ഇതെല്ലാം എപ്പോഴും മോണിറ്റർ ചെയ്യണം. ബിക്കോസ് കാൽഷ്യത്തിൻ്റെ ലെവൽസ് ഒരു ഏജ് കഴിഞ്ഞ്, സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഒരു ഏജ് കഴിഞ്ഞ് കാൽഷ്യം ലെവൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസ്ട്രജൻ്റെ കുറവ് കൊണ്ട് ആ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ആകുകയും ബോൺസിൻ്റെ ഡെൻസിറ്റി കുറയുകയും പെത്തോളജിക്കൽ ഫ്രാക്ചേഴ്സ് പോലത്തെ കണ്ടീഷൻസിലേക്ക് എത്തുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം പ്രൊഫഷണലി അല്ലെങ്കിൽ ഒരു ജോബ് വൈസ്, അല്ലെങ്കിൽ അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് പൊസിഷൻ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അത് ഓവറായിട്ട് ഒബീസ് ആവുക, ഒബീസിറ്റി പോലത്തെ കണ്ടീഷൻസ് വരിക, അത് ഡയബറ്റിക് പോലത്തെ കണ്ടീഷൻസ് വരിക, അല്ലാതെ നമ്മൾ ചെയ്യുന്ന വ്യായാമത്തിലെ കുറവുകളോ ഡയറ്റിൽ വരുന്ന ന്യൂട്രീഷൻ്റെ കുറവുകളോ കൊണ്ട് വന്നു ചേരാവുന്ന ഒരു സംഭവമാണ് മുട്ടുവേദന. പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഒരിക്കലും OA പോലത്തെ കണ്ടീഷൻസ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്കതിനൊരു പോസ് ഇടാൻ പറ്റും. മുട്ടുവേദന ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ശരിക്കുമുള്ള ഇൻവെസ്റ്റിഗേഷൻസും പ്രോപ്പറായിട്ട് അതിനെ മാനേജ് ചെയ്ത് മെഡിസിൻസും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റും.